നമ്മുടെ സന്തോഷം പുറത്തുനിന്ന് അകത്തേക്ക് വരേണ്ട ഒന്നല്ല. പക്ഷെ പലപ്പോഴും മനുഷ്യന്മാർ സന്തോഷത്തെ തിരയുന്നത് വസ്തുക്കളിലാണ്. ഒരു കാര്യം കിട്ടിയാൽ സന്തോഷം, ഒരു സംഗതി എത്തിയാൽ സന്തോഷം, ഒരു കാര്യം നടന്നാൽ സന്തോഷം. അങ്ങനെയാണ്. നിങ്ങൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഒരാളെന്താ പറയുക? മക്കളെ കെട്ടിച്ചിട്ടില്ല. മക്കളെ കെട്ടിച്ചാൽ ഹാപ്പിയാണോ? അല്ല, വീട് വെച്ചിട്ടില്ല, വീടും കൂടി വെച്ചാൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ സന്തോഷമാണോ? ജോലി ശരിയായിട്ടില്ല, ജോലി കൂടി ശരിയായല്ലേ ഹാപ്പി ആവുള്ളൂ. അതാണ് ഒരു എൻഡ് പ്രൊഡക്റ്റായിട്ടാണ് കാണുക. ഒരു കാര്യം കിട്ടിയാൽ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പം അതുവരെ ഇയാൾ ഹാപ്പിയല്ല. വീട് വെക്കുന്നത് വരെ ഇയാൾക്ക് സന്തോഷമില്ല, മകളെ കെട്ടിക്കുന്നത് വരെ ഇയാൾക്ക് സന്തോഷമില്ല. ഒരു എൻഡ് പ്രൊഡക്റ്റായിട്ടാണ് ഹാപ്പിനെസ്സിനെ കാണുക. സത്യത്തിൽ എന്താണെന്നറിയോ? അത് ഒരു വേ ഓഫ് ലിവിങ് ആണ്. സന്തോഷത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ പറ്റണം. അതിനുള്ളതൊക്കെ നമുക്ക് ഉണ്ടെന്ന്. പലപ്പോഴും മനുഷ്യന്മാരുടെ സന്തോഷത്തെ കെടുത്തുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? മനുഷ്യന്മാരുടെ ആർത്തിയാണ്. ആർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലുള്ളതിൽ സംതൃപ്തി ഇല്ലാത്ത അവസ്ഥയാണ്. അത് വൈകാരികതകളിലുണ്ട്. ശരീരം ഇതിൻ്റെ കുറേ കൊതിയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലുണ്ട് ആർത്തി. വിഭവങ്ങളിലുണ്ട് ആർത്തി. ഇപ്പം നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ടൊരു ഭക്ഷണം ഓർഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്തേക്ക് നോക്കിയത്. ആ നിമിഷം മുതൽ ഇത് രസമില്ലാതായി. ഇത് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? അവിടെ. ഇതിൻ്റെ പേരാണ് ആർത്തി. അയാൾ ഇതിലാണ് ആഘോഷിക്കേണ്ടത്. അതാണ് ബൈബിളിൽ പറയുന്നില്ലേ, പച്ചവെള്ളം വീഞ്ഞാക്കി എന്ന് കേട്ടില്ലേ? അതെന്താണ്? പച്ചവെള്ളം വീഞ്ഞാക്കി എന്നാണ്? അല്ലാന്ന്, പച്ചവെള്ളമേ ഉള്ളൂ, പക്ഷെ അത് വീഞ്ഞു പോലെ കുടിച്ചു എന്നാണ്. നിങ്ങളുടെ മുന്നിൽ കഞ്ഞിയേ ഉള്ളൂ, നിങ്ങൾ ബിരിയാണിയായിട്ട് ആസ്വദിക്കണം. ഇതിൻ്റെ പേരാണ് ഹാപ്പിനെസ്. ബിരിയാണി കിട്ടുന്നത് വരെ കാത്തിരിക്കലും അതിലുള്ള സന്തോഷം കെടുത്തിക്കളയലും അല്ല, ഉള്ളതിനെ ഒരാൾ ആഘോഷിക്കലാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർത്തി ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ രസം കെടുത്തി കളയും, നിലവിലുള്ളതിൻ്റെ രസം ഇല്ലാതാക്കി കളയും. അതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തുള്ള അവസാനത്തെ മനുഷ്യനു വരെ ഉള്ള ആവശ്യത്തിനുള്ളത് ഇവിടെ ഉണ്ട്, പക്ഷെ നിലവിലുള്ള മനുഷ്യരുടെ ആർത്തിക്കുള്ളത് പോലും ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ഗാന്ധിജി. അതേ ഗാന്ധി തന്നെയാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ടൊരു വീട് വെക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര സെൻറ്റ് ഭൂമിയാണുള്ളത്, അതിലൊരു വീട് വെക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. നിങ്ങളുടെ വരുമാനം എന്താണ്, അതിനനുസരിച്ചൊരു വീട് വെക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ ഗാന്ധിജി വെച്ചൊരു വീടുണ്ട്. ആ വീടിൻ്റെ പേരാണ് സേവാശ്രമം. ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ അല്ല, സേവാശ്രമമാണ്. അവിടെ പോയി നോക്കി അറിയാം എന്ത് ഭംഗിയാണ് അതിനെന്നറിയോ. സത്യത്തിൽ ആർത്തി കെടുത്തി കളയുന്നത് നമ്മുടെ നിലവിലുള്ള ജീവിതത്തിൻ്റെ എല്ലാ രസവുമാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ആർത്തിക്ക് പറയുന്ന വേർഡ് എന്താണെന്നറിയോ? മഴക്കാലത്തെ പുഴ എന്നാണ് പറയുക. പ്രാവൺ തരങ്കിണി എന്നാണ് അതിൻ്റെ സംസ്കൃതം. മഴക്കാലത്തെ പുഴ കണ്ടില്ലേ? സൈഡിലുള്ളതിനെ മുഴുവനും എടുത്തുകൊണ്ട് പോകും. വലിയ വീടുകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും, വലിയ മരങ്ങളെയും മതിലുകളെയും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. ഇതുപോലെ ഒരാളുടെ ഉള്ളിൽ ആർത്തിയുടെ ഒരു പുഴ ഒഴുകാൻ തുടങ്ങിയാലേ നിലവിലുള്ള അയാളുടെ ഹാപ്പിനെസ് ഇല്ലാതായി മാറും. അവിടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് പറയുക നിങ്ങൾ? ആർത്തിയാണ്. ഞാൻ പറഞ്ഞു, വിഭവങ്ങളിൽ മാത്രമല്ല, വൈകാരികതകളിൽ. വിഭവങ്ങളിൽ ചിലപ്പോൾ മതി എന്നൊക്കെ പറയും, എനിക്ക് ഇത്ര വീട് മതി, ഇത്ര ശമ്പളം മതി എന്നൊക്കെ പറയും. പക്ഷേ ഇത്ര സ്നേഹം മതി എന്ന് പറയില്ല, ഇത്രയൊക്കെ സ്ഥാനമാനങ്ങൾ മതി എന്ന് പറയില്ല, ഇത്രയൊക്കെ പരിഗണന മതി എന്ന് പറയില്ല. വൈകാരികതകളിൽ മനുഷ്യന് മതിയാവില്ല, വിഭവങ്ങളിൽ പോലും ചിലപ്പോൾ മതിയാവും. അപ്പോൾ ആർത്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ രസം കെടുത്തി കളയും, എല്ലാ രസവും കെടുത്തി കളയും. മനുഷ്യരെന്നിങ്ങനെ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ എന്താണെന്നറിയാം നിങ്ങൾ? ആർത്തിയുടെ കാഴ്ചകളാണ്. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, കടലിലും കരയിലും കുഴപ്പങ്ങളാകെ വ്യാപിച്ചിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? എന്താ കാരണം? മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചതിനാൽ എന്നാണ്. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതിനാൽ കരയിലും കടലിലും ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അവിടെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല അതിനർത്ഥം പറയാൻ പറ്റുക, സമ്പാദിച്ചു എന്നുകൂടി അർത്ഥം പറയാൻ പറ്റും. കസബ എന്നാണ് ഖുർആൻ അവിടെ ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ജീവിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മനുഷ്യന്മാർ ഇതൊക്കെ വിറ്റ് തുലക്കുന്നതുകൊണ്ടാണ് കുഴപ്പം.
മനുഷ്യന്മാർ പൈസ ഉണ്ടാക്കി. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാനൊരു 10 റുപ്യക്ക് ഒരു പേന വാങ്ങി, ഞാനത് 20 റുപ്യക്ക് വേറൊരാൾക്ക് വിറ്റു, അയാൾ 30 റുപ്യക്ക് വേറൊരാൾക്ക് വിറ്റു, അയാൾ 40 റുപ്യക്ക് വേറൊരാൾക്ക് വിറ്റു, അയാൾ 100 റുപ്യക്ക് വേറൊരാൾക്ക് വിറ്റു. ഈ പേന എന്തിനാ ഉണ്ടാക്കിയത്? എഴുതാനാണ്. അത് മാത്രം നടക്കണില്ല. ഇതാണ് ഭൂമി കച്ചവടം എന്നൊക്കെ പറഞ്ഞത്. ഒരാൾ 1 ലക്ഷം റുപ്യക്ക് വാങ്ങുന്നു, അയാളത് 2 ലക്ഷം കിട്ടുന്നവരെ കാത്തിരിക്കുന്നു. 2 ലക്ഷം രൂപയ്ക്ക് അയാളത് കൊടുക്കുന്നു, മറ്റേയാൾ 4 ലക്ഷം കിട്ടുന്നത് വരെ കാത്തിരിക്കുന്നു. ഈ ഭൂമി എന്തിനുണ്ടാക്കി? കച്ചവടത്തിനുണ്ടാക്കിയല്ല. ഇനി ആ ഖുർആനിലെ വചനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ വാക്കുള്ളത്, മനുഷ്യൻ്റെ ആർത്തിക്കുള്ളതേ ഇവിടെ ഇല്ല. ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വലിക്കണ സമയത്ത് നമുക്ക് ഒന്നേ ആവശ്യമുള്ളൂ എങ്കിൽ രണ്ടാമതൊന്ന് വലിക്കരുത്. അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. 2 നമുക്ക് ആവശ്യമുള്ളൂ എങ്കിൽ മൂന്നാമത്തേതിലേക്ക് കൈ പോകാൻ പാടില്ല. അതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി. അവനവനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നതിൻ്റെ പേരല്ലത്, അപരനെക്കുറിച്ചുള്ള കരുതലിൻ്റെ കൂടി പേരാണ്. മനുഷ്യരായ മനുഷ്യർ മുഴുവനും ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മളിങ്ങനെ കരുതലോടുകൂടി വർത്തിക്കുന്നതിൻ്റെ പേരാണ് ഹ്യൂമാനിറ്റി. അവിടെ ആർത്തി ഉണ്ടാവില്ല. ഒരാൾക്ക് ആർത്തി ഉണ്ടായാലേ ഈ ജീവിതത്തിൻ്റെ എല്ലാ രസവും പോവും, സാമൂഹികമായ സന്തുലനം നഷ്ടപ്പെടും. ആർത്തിയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിന് എല്ലാ രസവും പോവും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതേ, നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതുകൊണ്ട്, നമ്മുടെ കൂടെ ആരാണുള്ളത് അവരോടൊപ്പം, നമ്മൾ എവിടെയാണുള്ളത് അവിടെ വെച്ച് ജീവിതം ഒരു ആഘോഷമാകട്ടെ. ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവട്ടെ. അതാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവട്ടെ. എന്നും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം, അസ്വസ്ഥതകളില്ലാതെ കിടന്നുറങ്ങാൻ പറ്റണം. അതാണ്. ഒരു മാജിക്കുകാരൻ്റെ അടുത്ത് ഒരു എലി വന്ന കഥയുണ്ട്. എലി വന്നിട്ട് പറഞ്ഞു, എനിക്ക് പൂച്ചയെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് എന്നെ പൂച്ചയുടെ രൂപത്തിലേക്ക് മാറ്റണം. ആ മാജിക്കുകാരൻ ചില വിദ്യകളൊക്കെ ചെയ്തിട്ട് എലിയെ പൂച്ചയുടെ രൂപത്തിലേക്ക് മാറ്റി. എലി മീൻസ് പൂച്ചയായി മാറിയ എലി സന്തോഷമായിട്ട് പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് നായയെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് നായയുടെ രൂപത്തിലേക്ക് മാറ്റണം. മാജിക്കുകാരൻ ഇയാളെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നായയുടെ രൂപത്തിലേക്ക് മാറ്റി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നിട്ട് പറഞ്ഞു, എനിക്ക് പുലിയുടെ രൂപത്തിലേക്ക് മാറണം, എനിക്ക് പുലിയെ ഭയങ്കര പേടിയാണ്. അങ്ങനെ പുലിയുടെ രൂപത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് മാജിക്കാരൻ പറഞ്ഞു, മാറ്റങ്ങൾ മുഴുവനും പുറത്താണ് ഉണ്ടായത്, ഉള്ളിൽ ഇപ്പോഴും ആരാണ്? ആ പഴയില്ല. പേടി മാറൂല എന്ന്. പേടി മാറില്ല. പേടിയില്ലാതെ ജീവിക്കണമെന്നേ, സന്തോഷമായിട്ട് ജീവിക്കണം. നമ്മൾ അതിനെന്താ വേണ്ടതെന്ന് അറിയോ? ഒന്നാമത് നമ്മളെ നല്ലോണം സ്നേഹിക്കണം. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യമൊക്കെ നല്ലോണം നോക്കണം. ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ അത് നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും ഹാപ്പി ആവണം, നിങ്ങളും ഹാപ്പി ആവണം. നമ്മുടെ ആരോഗ്യം കളഞ്ഞിട്ടെന്നുള്ളൊരു പരിപാടിക്കും പോകരുത്. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു സന്തോഷത്തിനും പോകരുത്. പിന്നെ എങ്ങനെയാ മനുഷ്യർക്ക് മുഖത്തൊരാളുടെ കാന്തി ഉണ്ടാവുമോ? ആയുർവേദത്തിൽ പറയുന്നുണ്ട്, പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. മനുഷ്യന്മാർക്കുണ്ടാകുന്ന അസുഖങ്ങളിൽ പലതും അയാൾ മുമ്പ് ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റാണെന്നാണ്. അയാളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ചിട്ടയില്ലാത്ത ജീവിതമാകാം, ചിട്ടയില്ലാത്ത ഭക്ഷണക്രമമാകാം, വിശ്രമമില്ലാത്ത ജോലിഭാരമാകാം, ഒക്കെ ആവാം. അതാണ് ഒരാൾക്ക് അസുഖമായി ഇങ്ങനെ മാറുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ നല്ലോണം ശ്രദ്ധിക്കണം. തടി എന്ന് പറയുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല തടി എന്നാണല്ലോ പറയുക, ചീത്ത തടി എന്നാരും പറയാറില്ല. പക്ഷെ നിങ്ങളുടെ തടി ആരോഗ്യമുള്ളൊരു തടി അല്ലെങ്കിൽ നല്ലോണം സൂക്ഷിക്കണം. അതാണ് നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. നമ്മളെ സ്നേഹിക്കണമെന്നേ, എന്നിട്ട് മതി ബാക്കിയൊക്കെ. അത് സെൽഫിഷ്നെസ് അല്ല, സെൽഫ് ലവ് ആണത്. അവനവനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ആരും സ്നേഹിക്കാൻ കഴിയില്ലെന്ന്. നിങ്ങൾ തടിയുള്ള ഒരാളാണോ, നിങ്ങൾ തടിയോടുകൂടി നിങ്ങൾ സ്നേഹിക്കൂ. നിങ്ങൾ മെലിഞ്ഞ ഒരാളാണോ, മെലിഞ്ഞൊരവസ്ഥയിൽ തന്നെ നിങ്ങളെ സ്നേഹിക്കൂ. നിങ്ങൾ മുടി കൊഴിഞ്ഞു പോയ ഒരാളാണോ, നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങളെ സ്നേഹിക്കൂ. 32 വയസ്സായപ്പോഴേക്കും എൻ്റെ മുടി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എനിക്കിപ്പോൾ 37 വയസ്സാണ് ആയത്. എന്നാലും ചില ആളുകളൊക്കെ ചോദിക്കും, എത്ര കുട്ടികളാണ്? പേരക്കുട്ടികളെ കുറിച്ചൊക്കെ ചിലപ്പോൾ ചോദിച്ചു എന്ന് വന്നേക്കും. എൻ്റെ എക്കാക്കൻ്റെ എക്കാക്കുണ്ട്.
ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ വഹാബ് എന്ന് അവൻ്റെ പേര്. ചില ആളുകൾ എന്നോട് വന്നിട്ട് ചോദിക്കും, വഹാബിൻ്റെ ജ്യേഷ്ഠനാണോ അനുജനാണോ എന്ന് ചോദിക്കും. ചെറിയ സങ്കടമൊക്കെ ആദ്യം വന്നിരുന്നു, ഇപ്പം അങ്ങനെ വരില്ല. കാരണം ഇപ്പോൾ നമ്മൾ പഠിച്ചു, നമ്മളെ സ്നേഹിക്കാൻ അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ എന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ല എനിക്ക്? നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മളെങ്ങനെയാണോ അങ്ങനെ. എന്നെ ഇങ്ങനെയാണ് ഇഷ്ടം, എന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്നവരും മതി എനിക്ക്, അല്ലാത്തവരും എനിക്ക് താല്പര്യമില്ല. ഇത് സെൽഫിഷ്നെസ് അല്ല, അവനാണ് സ്നേഹിക്കണമെന്ന്. അവനവനെ സ്നേഹിക്കുക എന്നുള്ളത്, ആത്മാദരം എന്നത് അന്യാദരത്തിൻ്റെ ഒന്നാമത്തെ ചുവടാണ്. അവനവനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഒരാളെയും സ്നേഹിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മളെ ആഘോഷിക്കണം, നമ്മുടെ നിമിഷങ്ങളെ സന്തോഷമുള്ളതാക്കണം. എവിടെയായിരുന്നാലും അതിനെ ഇങ്ങനെ അർത്ഥവത്താക്കി മാറ്റണം, മീനിങ് ഫുള്ളാക്കി മാറ്റണം.